ശരിക്കും ഇത് ഇയാളെ വെക്കാമെന്ന് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ചിന്തയുടെ അപ്പുറമാണ്. എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് സിമ്പതി ചെയ്യുന്ന ആളുകളോടൊന്നും എനിക്ക്, കാരണം നമുക്ക് സിമ്പതി അല്ല എമ്പതിയാണ് വേണ്ടതെന്ന് ഉള്ള തിരിച്ചറിവാണ് എനിക്ക് അന്നേ ഉണ്ടായിരുന്നത്. സിനിമ എന്ന് പറയുന്നത് അത്രയ്ക്ക് പിരിയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇപ്പോഴും ഞങ്ങളവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്താണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രാജുവേട്ടനെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ താഴോട്ട് ഒരുപാട് ലോക്കലിലേക്ക് നമ്മളത് എത്തിക്കില്ലായിരുന്നു. ചെറുപ്പം മുതൽ പാട്ടാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1-ാം ക്ലാസ്സിൽ വെച്ചിട്ട് പാട്ട് മത്സരത്തിനൊക്കെ മത്സരിച്ചൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാത്തിലും മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് അന്നേ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അന്ന് കഥാപ്രസംഗം, പാട്ട്, പിന്നെ പദ്യം ചൊല്ലൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കൂടുതലൊരു സ്കൂളിലൊരു കുട്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാട്ടിനാണ് അന്ന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് പാട്ട് പഠിക്കാനുള്ള അവസ്ഥ അന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാട്ടിൽ നിന്ന് ഈ മിമിക്രി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. കാരണം ഞാൻ പല ഇൻ്റർവ്യൂവും പറഞ്ഞിട്ടുണ്ട്, പാട്ടിന് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ പാട്ട് പാടുമ്പോൾ എല്ലാവരും ഭയങ്കര സഹതാപത്തോടെയൊക്കെ നോക്കുകയും അങ്ങനൊരു നോട്ടം എനിക്ക് വേണ്ട എന്ന് തോന്നുകയും, എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് സിമ്പതി ചെയ്യുന്ന ആളുകളോടൊന്നും എനിക്ക്, കാരണം നമുക്ക് സിമ്പതി അല്ല എമ്പതിയാണ് വേണ്ടതെന്ന് ഉള്ള തിരിച്ചറിവാണ് എനിക്ക് അന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പാട്ട് എന്ന് പറയുന്ന കാര്യം ഞാനത് ഒതുക്കുകയും ആളുകളെ ചിരിപ്പിക്കുന്ന, എന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന, സഹതാപത്തിനുപരി ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക്, മിമിക്രി എന്നൊരു വലിയൊരു കലയിലേക്ക് ഞാൻ എത്തുകയാണ് ഉണ്ടായത്. അതാണ് എൻ്റെ ആദ്യത്തെ ഇതനുഭവം. അപ്പോൾ സ്കൂളിൽ തന്നെ 6-ാം ക്ലാസ്സിൽ വെച്ച് MHS കാക്കനാട് എന്ന് പറയുന്ന ഇവിടെ അടുത്തുള്ള കാക്കനാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ 6-ലും 7-ലും ഒക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കൂവുവിളി ആയിരുന്നു മിമിക്രിക്ക് ആദ്യ തുടക്കത്തിൽ. പിന്നെ അത് 8-ാം ക്ലാസ്സിലെത്തിയപ്പോൾ അത് ഫസ്റ്റ് പ്രൈസിലേക്കൊക്കെ മാറി. പിന്നെ പതുക്കെ മിമിക്രി തന്നെയായി എൻ്റെ ജീവവായു. വിഷ്ണുവും ഞാനും ഭയങ്കര രണ്ടുപേരും നമ്മൾ ഈ ചില ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്നിക്കുന്ന പോലെ രണ്ട് വൈരുദ്ധ്യമുള്ള ക്യാരക്ടേഴ്സ് തമ്മിൽ ഒന്നിക്കുക എന്ന് പറയില്ല, അതേപോലെയാണ് ശരിക്കും ഞാനും അവനും തമ്മിൽ ആനയാട് വ്യത്യാസമുണ്ട് എല്ലാ കാര്യത്തിലും. അവൻ കുറച്ച് എന്താ പറയുക റിസർവ് ടൈപ്പാണ്, ഞാൻ കുറച്ച് ഓപ്പണാണ്. എനിക്ക് എപ്പോഴും കുറേ സുഹൃത്തുക്കളുണ്ടാവും, അവന് വളരെ കുറച്ച് സുഹൃത്തുക്കൾ. ഇപ്പോൾ അവൻ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മാറി, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവൻ മാറി. പക്ഷേ എല്ലാ കാര്യത്തിലും ഞാനും അവനും ഭയങ്കര വ്യത്യസ്തരാണ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും പെട്ടെന്ന് എല്ലാവരും സുഹൃത്തുക്കളാക്കുകയും അതുപോലെ തന്നെ മണ്ടത്തരത്തിൽ പോയി പെടുകയും എനിക്കിട്ട് പണി കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ഞാൻ പഠിക്കുന്നത്. പക്ഷേ വിഷ്ണു ഒരാളെ സുഹൃത്താക്കണേ തന്നെ സമയമെടുത്തിട്ട് സുഹൃത്താക്കുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവനിൽ നിന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു മൈൻഡ് കാരണം ഉണ്ടായ എൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ഫീല് അവനും പിന്നീട് അവനൊരുപാട് യൂസ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും രണ്ടുപേരുടെയും ഇൻഡിവിജ്വലി കാര്യങ്ങളിൽ ഇടപെടാറില്ല. അതൊരു വലിയൊരു കാര്യമാണ്. എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് അവനും പറയാറില്ല, ഞാനും അവൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. ഇപ്പോൾ സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും നേരത്തേക്ക് അവൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുകയും കൂടി ഇല്ലായിരുന്നു. ഇപ്പോഴായി പിന്നെയാണ് അവൻ എന്നോട് ഇടത്ത് കേൾക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ പോകുന്ന ആളുകളാണ്. പണ്ട് തുടങ്ങി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് മത്സരമായിരുന്നു മിമിക്രിയിൽ. പിന്നീടാണ് അത് വലിയൊരു സൗഹൃദത്തിലേക്ക് മാറിയത്. രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഡ്യുവോ റൈറ്റേഴ്സിൻ്റെ പ്രോബ്ലം ശരിക്കും ആവുമ്പോൾ രണ്ട് ഡ്യുവോ ആളുകൾക്ക് മാത്രമാണ് ആ ഫീലിങ്സ് മനസ്സിലാവുക. അത് എത്ര നാൾ നിൽക്കും എന്നൊക്കെ ഉള്ള ഉപരി. അപ്പം ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കൊക്കെ ഇടുമ്പോഴും ഞങ്ങളിപ്പോഴും കൂട്ടി നിർത്തുന്നത്, പല പ്രശ്നങ്ങളും ഉണ്ടായാൽ പോലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി നിർത്തുന്നത് ഞാനും അവനും തമ്മിലുള്ള സ്നേഹമാണ്. എനിക്ക് അവനെ ഭയങ്കര ജീവനാണ്, അവൻ എന്നെയും ഭയങ്കര ജീവനാണെന്നാണ്. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് അത്രയ്ക്ക് പിരിയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇപ്പോഴും ഞങ്ങളവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്താണ്.
ശരിക്കും അമർ അക്ബർ അന്തോണി എഴുതാൻ പറയുന്നത്, ഞാൻ അന്ന് വരെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ BC നോഫൽ എന്ന് പറയുന്ന യമണ്ടൻ പ്രേമകഥയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനൊരു വർഷങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ റൈറ്ററായിട്ട്, അതായത് ഞാൻ വലങ്കൈ നമ്മുടെ സലീം അഹമ്മദ്, ആദാമിൻ്റെ അബു സലീം അഹമ്മദും ഇടങ്കൈ ഞാനുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളൊരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് അമർ അക്ബർ അന്തോണി എഴുതാൻ വേണ്ടിയിട്ട് പുള്ളിയാണ്, അമർ അക്ബർ അന്തോണി എന്ന് അന്ന് പേരില്ല. ആ സമയത്ത് പുള്ളി എന്നെയും വിഷ്ണുവിനെയും ഋത്തിനെയും വെച്ചിട്ട്, ഋത്തിൻ എന്ന് പറഞ്ഞ വെടിക്കെട്ടിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അഭിനയിച്ച വെടിക്കെട്ടിലെ ഋത്തിൻ, ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വരാൻ ആഗ്രഹിച്ചവരായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി ഒരു കഥ ആലോചിക്കാൻ പറയുകയും അങ്ങനെ ആലോചിച്ചിട്ട് ആ സിനിമ നടക്കാതെ വരികയും ചെയ്തപ്പോഴാണ് അത് നാദർഷ്കയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന നൗഫലിക്ക വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ വീണ്ടും ഒരു പടം എഴുതണം എന്ന് പറഞ്ഞു. അതായത് അമർ അക്ബർ അന്തോണി പ്രോഗ്രസ്സിലാണ്, ഷൂട്ട് നടക്കുന്നില്ല, ബാക്കി എല്ലാവരുടെയും ഡേറ്റ് കിട്ടി, പൃഥ്വിരാജ്, ഇന്ദ്രിയത്ത് അവരൊക്കെയാണെന്നുള്ളത് കിട്ടി. ആ സമയത്ത് നമ്മളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ചൊരു ഡിമാൻഡാണ്, മീൻസ് പ്രധാനമായിട്ട് ഞാൻ തന്നെ പറഞ്ഞാണ് അത്, എനിക്ക് വിഷ്ണുവിനെ വെച്ചിട്ടാണെങ്കിൽ ഈ പടം നമുക്ക് കഥ എഴുതാമെന്ന് പറയാൻ. പിന്നെ വിഷ്ണുവിനെ വെച്ചിട്ടാണ് പടം എഴുതി തുടങ്ങിയത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് വിനീത് ശ്രീനിവാസനിലേക്ക് മാറി. വിനീതേട്ടൻ അപ്പോൾ ആ സമയത്ത് സിനിമാക്കാരൻ എന്ന് പറയുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു പടം ഓൾറെഡി സിനിമ ബേസ്ഡ് ചെയ്ത് വന്നിട്ടുണ്ടായി, പുള്ളി കരാർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ പുള്ളി ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, നല്ല സ്ക്രിപ്റ്റാണ്, പക്ഷേ ഇങ്ങനൊരു പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് നാദൃഷ്കയിലേക്ക് എത്തുകയും വിഷ്ണുവിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്ത കട്ടപ്പന ഋത്തിക് റോഷൻ്റെ. ആ സ്ക്രിപ്റ്റിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവരെ കണ്ടെഴുതിയതല്ലല്ലോ, ഒരിക്കലും അല്ല. ഞാനും വിഷ്ണുവും ഞങ്ങൾ മൂന്നുപേരും കൂടി ഹീറോ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു ആ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫറൻറ്റ്. ഇപ്പോൾ രാജുവേട്ടനൊക്കെ ആണെങ്കിലും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളെ ആണെങ്കിൽ പോലും ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പിലും അവരുടെ രീതികളും ക്യാരക്ടറിസ്റ്റിക്സും ആയിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ രാജുവേട്ടനെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ താഴോട്ട് ഒരുപാട് ലോക്കലിലേക്ക് നമ്മളത് എത്തിക്കില്ലായിരുന്നു. കാരണം അവർക്കൊരു ഗ്രേഡ് ഉണ്ടല്ലോ, നമ്മളറിയാതെ തന്നെ നമ്മുടെ എഴുതുമ്പോൾ അത് വന്നു പോകും. ഇതെന്ന് പറഞ്ഞാൽ എന്നെ വിഷ്ണുവിനൊക്കെ വെച്ച് തന്നെ ലോക്കലായിട്ട് എഴുതിയതുകൊണ്ടാണ് അത്രയും ലോക്കലായിട്ടത് ഫീൽ ചെയ്തത്. പക്ഷെ അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും എല്ലാവരും പറയുന്ന സിനിമ അമർ അക്ബർ അന്തോണി തന്നെയാണ്. കംഫർട്ടബിൾ എന്ന് പറയുന്നതും ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്ന അഭിനയം തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണികളെല്ലാം എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എഴുത്ത് കുറഞ്ഞോ, അഭിനയം തുടങ്ങിയപ്പോൾ എഴുത്ത് കുറഞ്ഞോ, അതുകൊണ്ട് നല്ല പരിപാടികൾ വരണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം അഭിനയമാണ്. അതിൻ്റെ ഒരു ലിവറേജ് മാത്രമായിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റിനെ കണ്ടിരുന്നത്. സ്ക്രിപ്റ്റും പക്ഷേ ഞങ്ങൾ വളരെ കാര്യഗൗരവമായിട്ട് ഈ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ 4 സിനിമകൾ, എനിക്ക് തോന്നുന്നു 8-9 കൊല്ലമായിട്ടുള്ളൂ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. 4 ഫിലിമുകൾ എഴുതി, അതിൽ കുറേ സിനിമകൾ ഇപ്പോൾ എഴുതിയിട്ട് വരാത്തതുണ്ട്. മീൻസ് ഞങ്ങൾ പ്രൊജക്റ്റാക്കി വെച്ചിട്ടുള്ള ഷൂട്ടിങ് തുടങ്ങാത്ത ഒരുപാട് 3-4 പ്രൊജക്റ്റുകൾ അങ്ങനെയുണ്ട്, നടന്നിട്ടില്ല സിനിമകൾ. അതിൻ്റെ എഴുത്ത് കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന പടങ്ങളും ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അതിൽ സ്ക്രിപ്റ്റിലേക്ക് സഹായിക്കേണ്ടി വരും. അങ്ങനെ സ്ക്രിപ്റ്റ് വിട്ടിട്ട് ഒരിക്കലും ഞാൻ അഭിനയത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ അഭിനയം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും. അഭിനയിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കണമെന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് അഭിനയത്തിലൂടെ തന്നെ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഒരു രീതിയിലല്ല അത് വന്നത്. പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായത് അതിൽ നമ്മളുടെ പ്രതീക്ഷിച്ചത്ര സിനിമയിലുണ്ടായിരുന്ന ഹ്യൂമറുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഞാനും വിഷ്ണുവും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും നല്ല സോഷ്യൽ സറ്റയറായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ നമ്മൾ കമ്മിറ്റ്മെൻ്റുള്ള പൊളിറ്റിക്കലി കൃത്യതയുള്ള ഏറ്റവും ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ദുവാറൊക്കെ എഴുതിയ പോലെ 10-40 കൊല്ലത്തിൻ്റെ ഇടയിൽ അയ്യങ്കാളിയെയും അവരെയൊക്കെ പറഞ്ഞ് പരാമർശിച്ചുകൊണ്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ തമിഴിലൊരു ഞങ്ങളുടെ ഈ പറയുന്ന PhD ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടർ വിളിച്ചിട്ട് അവർ നമ്മളുടെ പടമാണ് ഇതിനെടുത്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അയാളുടെ പഠനത്തിനും അയാൾ പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ ആ സിനിമ ഞങ്ങൾ ഇതുവരെ സംസാരിക്കാത്ത ഭാഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സംവദിച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ പറയുന്ന നമ്മൾ ഓരോ തെറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ നിന്നും നമ്മൾ പുതിയതായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. നെക്സ്റ്റ് സിനിമ പിന്നെ ഇത് ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, ഇതൊരു
ലക്ക് തന്നെയാണ്. നല്ല ദിവസം നല്ല സമയം എല്ലാം നന്നാവും. ചിലത് നമ്മൾ ചീത്ത ചെയ്താൽ നന്നാവും, ചിലത് നല്ലത് ചെയ്താൽ ചീത്തയാവും. അത്രേ ഉള്ളൂ. മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെ തന്നെ നിങ്ങൾക്കുള്ള പോലെ തന്നെ ഇരിക്കും. അതുണ്ടാവാറുണ്ട്. അതായത് പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് വേണ്ടാണ്ട് താഴ്ത്തെത്തും. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മളെപ്പറ്റി ആലോചിക്കുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ സ്ക്രിപ്റ്റുകളും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അതൊരു 70 നല്ലതായിരിക്കും, ചിലപ്പോൾ 80 നല്ലതായിരിക്കും, ചിലപ്പോൾ 90 നല്ലതായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മളുടെ രീതിയിലൊരു ഇൻപുട്ട്, നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് നന്നാക്കാനുള്ള ഒരു അവരോട് അവരുടെ പെർമിഷനിൽ നമ്മൾ ചെയ്യാറുണ്ട് എപ്പോഴും. അതിനെ ഇടപെടലായിട്ടും ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. അത് പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഞാൻ എൻ്റെ നല്ലത് സിനിമയ്ക്ക് സംഭവിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നാദൃഷ്ക അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നാദൃഷ്കയുണ്ട്. അതേപോലെ തന്നെ തത്തുല്യനാണ് എനിക്ക് ഷാഫി സാറ്. കാരണം നാദൃഷ്ക ഞങ്ങൾക്കൊരു ജീവിതം, സിനിമ എന്ന് പറയുന്നൊരു ജീവിതത്തിലേക്ക് വഴിയൊരുക്കി തന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം അത് നടത്തി തരാനുള്ള ധൈര്യം കാണിച്ച ആളാണ് ഷാഫി സാറ്. ഷാഫി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിന് കാരണം ഷാഫി സാറിനോടും പറയണം. കാരണം ഞാൻ കട്ടപ്പനത്തേക്ക് ഒരു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ദിലീപേട്ടനായിട്ടൊരൊറ്റ സീൻ ചെയ്തേയുള്ളൂ. ആ ഒരു സീൻ കണ്ടിട്ട് എന്നെ ഫഹദ് ഫാസിലിൻ്റെ വില്ലനാക്കി സെലക്ട് ചെയ്ത റാഫി സാറും ഇതേ ധൈര്യം തന്നെയാണ് അദ്ദേഹവും കാണിച്ചേക്കുന്നത്. ഇത് ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ എന്നെ കാണുന്നു, നടനായിട്ട് കാണുന്നു, നായകനായിട്ട് കാണുന്നു, വില്ലനായിട്ട് കാണുന്നു, ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കത് നിസ്സാരമായിട്ട് അങ്ങനെ ശരിക്കും ഇത് ഇയാളെ വെക്കാമെന്ന് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ചിന്തയുടെ അപ്പുറമാണ്. അതിന് ഭയങ്കര വിൽ പവർ വേണം. ആ വിൽ പവറുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഒരുപാട് പേരുണ്ട്. എനിക്ക് അതുപോലെ കടപ്പാടുള്ള ആൽവിൻ ആൻ്റണി ചേട്ടൻ, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, ബോംബേയുടെയും മാർഗംകളിയുടെയൊക്കെ പ്രൊഡ്യൂസറായിരുന്ന ആൽവിൻ ആൻ്റണി ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഇത് നന്ദിയുണ്ട്. പിന്നെ പേഴ്സണലി ഇഷ്ടംപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർ, അമ്മ, അപ്പച്ചൻ, അങ്ങനെ ഒരുപാട് പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അതായത് ഞാനും അപ്പനും തമ്മിലായിരുന്നു കൂടുതൽ കൂട്ട്. അപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ നടനായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളായിരുന്നു അപ്പൻ. കാരണം ഞാൻ എഴുതുന്ന സമയത്ത് ഇഷ്ടംപോലെ പരിപാടി എഴുതുന്നുണ്ട് ചാനലിൽ. അപ്പോൾ അപ്പം എന്ന് പറയടാ ഇന്ന് എൻ്റെ മോൻ്റെ പരിപാടി ഉണ്ടെന്ന് പറയും. അവർ പോയി കാണുമ്പോൾ എന്നെ കാണില്ല. അപ്പോൾ അവർ പിറ്റേ ദിവസം അപ്പച്ചിനെ കളിയാക്കും, എവിടെ എന്നെ കാണില്ല, അല്ല അവൻ എഴുതിയ പരിപാടിയാണ്, എഴുതിയിട്ടെന്താ കാര്യം എന്ന് പറയും. അപ്പോൾ അന്നും ഇന്നൊക്കെ ഈ എഴുത്തുകാരൻ എപ്പോഴും ഒരിത്തിരി ഇന്ന് കുറച്ചും കൂടി പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. ആളുകൾക്ക് കുറച്ചും കൂടി ഫെയിം ആകും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിനെ പറ്റി കുറച്ചും കൂടി തിരക്കഥാകൃത്തുകളെയൊക്കെ അറിഞ്ഞ് തുടങ്ങി. പണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടി വിയിൽ എഴുതുമ്പോൾ പ്രത്യേകിച്ച് അതൊരു വല്ലാത്ത രീതി തന്നെയാണ്. ടി വിയിലുള്ള എഴുത്തുകാരെയൊന്നും ഒരു മനുഷ്യൻ സാധാരണ അറിയുകയും കൂടിയില്ല. അപ്പോൾ അങ്ങനെ അപ്പന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ അപ്പനും അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് വയ്യെന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും മാറ്റി അവരിരുത്തിയിട്ടില്ല. എല്ലായിടത്തും കൊണ്ടുപോകും. കല്യാണ വീടുകളിൽ ഞാൻ കല്യാണ വീട്ടിൽ മാത്രം 100-300 സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. അത്രയും പ്രോഗ്രാമുകൾ ഞാൻ അവരുടെ കൂടെ പോയാണ് ചെയ്തത്. അപ്പം നമ്മളൊരു നല്ലൊരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അമറക് ബ്രന്തോണിയുടെ സീൻ ഓർഡർ അപ്പച്ചി വായിച്ചാണ്, സ്ക്രിപ്റ്റ് അല്ല, സീൻ ഓർഡർ അപ്പച്ചൻ വായിച്ചാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടി എഴുതിയ കഥ അപ്പച്ചൻ വായിച്ചാണ്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അപ്പനില്ല എന്നുള്ളത് ഏത് ഒക്കേഷനിലും, അതായത് ഞാൻ ഏത് ഹൈ ഓൺ ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോൾ അങ്ങനെയുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു വലിയ സ്റ്റേജിൽ, ഇപ്പോൾ ഞാൻ റഹ്മാനായിട്ട് സൈമ അവാർഡ്സിൽ ഒരു തവണ സ്റ്റേജിൽ കയറി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അപ്പൻ്റെ മുഖമാണ് ഓർമ്മ വന്നു. അങ്ങനെ അത് നമ്മളെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തും. പിന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരിക്കാം ഇന്ന് ഞാൻ നേടിയതെല്ലാം എന്ന് വിശ്വസിക്കുന്നു.